അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ പുതുവർഷം അല്ലെ, ഈ വർഷം നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്ന് പുതിയൊരു അതിഥി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വർഷ ആരംഭം ജനുവരി 1 തന്നെ നമുക്ക് വീട്ടിലൊരു പുതിയ അതിഥി ഉണ്ട്. അപ്പൊ അതിനെ കാണിച്ചു തരാന്ന് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വീഡിയോ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ പുതിയ അതിഥിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് അവരൊന്ന് നോക്കാം. ഇപ്പോൾ ഡിസംബർ 11-ാം തീയതി അടവെച്ചതാണ്. നമ്മൾ കരുതിക്കുട്ടി വെച്ചതല്ല, സ്വാഭാവികമായിട്ട് വെച്ചു. അതിന് ശേഷമാണ് അറിഞ്ഞത് ഡിസംബർ 11-ന് വെച്ചാൽ 1-ാം തീയതി ആകുമ്പോൾ ന്യൂ ഇയർ ദിവസം നമുക്ക് പുതിയ അതിഥികളെ കിട്ടും. ന്യൂ ഇയർ ദിവസം തന്നെ നമുക്ക് അത് രേഖപ്പെടുത്താനും എല്ലാം നല്ല ഓർമ്മ വെക്കാനൊക്കെ ഒരു സൗകര്യമായിട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നൊരു ഇത് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വെച്ച് പോയതാണ്, അറിഞ്ഞുകൊണ്ട് വെച്ചതല്ല. എന്തായാലും സന്തോഷം, ആ ദിവസം തന്നെ വെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. 3 കോഴികൾ അടവെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്നലെ രാത്രി നോക്കിയപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു 3 എണ്ണത്തിലും. ഇനി 2-3 വിരിയാനുണ്ടായിരുന്നു. അതിൽ ഒരു കോഴിക്കുഞ്ഞിന് ചെറിയൊരു വികലാംഗതയും കൂടെ. വികലാംഗത പറയാൻ പറ്റില്ല, എന്താണോ ന്യൂ ഇയർ ആയിട്ട് ഭാഗ്യമാണോ എന്ന് പറയാൻ പറ്റില്ല. എല്ലാ കോഴിക്കും 2 കാലാണ്, പക്ഷെ ഇതിന് 4 കാലുണ്ട്. അതെല്ലാം കൂടിയിട്ടുള്ള വിശേഷം നമുക്ക് നോക്കാം. ബാക്കിയുള്ളതൊക്കെ വിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ന്യൂ ഇയർ ആയിട്ട് നമ്മൾ അടവെച്ചതിന്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അറിഞ്ഞത്. അപ്പൊ ഇങ്ങനെ അടവെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി 1 തന്നെ കോഴി വിരിയുന്നുള്ളത്. പിന്നെ പിറ്റേ ദിവസം അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കോഴിക്കുഞ്ഞാളെ നോക്കാം കേട്ടോ. നമ്മള് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല, കച്ചറയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു റൂമുണ്ട്, അവിടെയാണ് നമ്മൾ അടവെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അത് താറാവുണ്ട് ഇവിടെ, ഫുള്ള് താറാവ് കണ്ണുണ്ട്. അപ്പോ നമ്മുടെ ഫസ്റ്റ് 12/11/2020 വെച്ചതാണ്. ഇന്നലെ 10 വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തം 13 മുട്ടയാണ് വെച്ചത്. അതിൽ ഒരെണ്ണം കേടായിട്ട് നേരത്തെ കാൻഡിൽ ടെസ്റ്റിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാണ് ഈ കാണുന്നത്. അതെങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് പോയി നോക്കിയാൽ കാണാം. എത്ര ഉണ്ട് നോക്കേ? 2, 5, 7, 10, 12. മാഷാഅല്ലാഹ് 12 എണ്ണം വിരിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് 13-ൽ 12 വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ അതിഥികൾ, ന്യൂ ഇയർ അതിഥികൾ. ഈ 2 കൂടി ഉണ്ട്. വിരിഞ്ഞ ആൾക്കാർ വെളിയിൽ തന്നെ കാണുന്നുണ്ട്, വിരിഞ്ഞ വരുന്നത്. എല്ലാത്തിലും കറുപ്പുണ്ട് അല്ലേ? എന്റെ ഫേവറേറ്റ് കളറാണ് കറുപ്പ്. അതിൽ നേരത്തെ 2 എണ്ണം മാറ്റിയിട്ടുണ്ടായിരുന്നു. രാത്രി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കുറച്ചൊക്കെ പകുതി. 7, 11. 2 എണ്ണം കേടായിട്ട് പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിലെത്ര വെച്ചത്? അതിലും 13 വെച്ചത്. അതിലും 13. ഇതിൽ 11 വിരിഞ്ഞിട്ടുണ്ട്. അതിൽ 13. ഇതിലാണ് ഞാൻ പറഞ്ഞ ആ ഒരു വികലാംഗത എന്ന് പറഞ്ഞല്ലേ, അത് ഇതാണ്. ഈ കുഞ്ഞിനാണ് വേണ്ടത് 2 കാല്. അതിനെക്കുറിച്ചൊരു ബാക്കി ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇന്നൊരു ഇതിൽ വരും. ഒന്നുകൂടെ കാണിക്കത്. 3 കാലോ 4 കാല് അല്ലേ? തനിച്ച് കാണിക്കാം. 4 കാലുണ്ട്. ഇത് പിടിച്ചു കിട്ടണല്ലേ. അതിഥിയാണ്, പുതിയത് ബർക്കത്താവട്ടെ. ഒരു സൈഡ് തൊടല്ലേ, കോഴി കൊത്തു. ഇതില് 9 മുട്ടയാണ് വെച്ചത്. നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു മുട്ടകള്. ഇതില് 5 എണ്ണം. ഇതിൽ 5 എണ്ണം ഉള്ളു. ബാക്കി മുട്ടകളൊക്കെ നേരത്തെ കേടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ 5 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അവന്റെ കുഞ്ഞാണ്. അപ്പൊ ഇതാണ് വീട്ടിലെ ന്യൂ ഇയർ അതിഥികൾ. ഇവിടെ മൊത്തം ഒക്കെ ഒന്ന് മാറോ, അതിന്റെ ഒന്നും ഇവിടെ തുറന്ന് കാണിക്കും. വെളിയിൽ കയറോ?
അപ്പം നമ്മൾ ഒരേ ഡേറ്റിൽ കുഞ്ഞുങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ വിരിയാൻ. അപ്പോൾ ഇത് 2 എണ്ണം കണ്ടില്ലേ, ഈ 2 എണ്ണം പിന്നെ ഇപ്പോൾ ഇവിടെ വിരിഞ്ഞിരിക്കണതും നമ്മൾ ഒരേ ഡേറ്റിൽ വെച്ചതാണ്. അപ്പം അങ്ങനെ എങ്ങനെയാണ് 3 കോഴി 4 കോഴിഞ്ഞൊക്കെ ഒരുമിച്ച് അടവയ്ക്കാൻ പറ്റുക എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ അടയിരിക്കുന്ന ആൾക്കാരാണ്. ഇവരിപ്പോൾ എത്ര അടയിരിക്കുന്നത്? അവരൊറ്റയ്ക്കാ ഇവിടെ ഇങ്ങോട്ട് വെച്ച് എവിടെ വെച്ച് അടുത്ത സ്ഥലം മാറ്റിയ ഇവിടെയാണ് അല്ലേ. ഇതാ ഇവിടെ ഒരാളുണ്ട് പുള്ളി. അപ്പൊ ഇതൊക്കെയാണ് ആളുകൾ, പുതിയ അതിഥികൾ. ഇൻഷാ അല്ലാഹ് നല്ലപോലെയൊക്കെ എല്ലാം വളരട്ടെ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയണം. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് വർഷാരംഭമല്ല, എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് മാറട്ടെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 10 മണിയാകുമ്പോഴത്തേക്കും അറിയില്ല, ചിലപ്പോൾ ഇന്നായിരിക്കും അല്ലെങ്കിൽ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷം. എന്തായാലും നല്ല അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞത് കണ്ടതിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസിലിടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും.